ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോബ്ലംസ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഫോർ കേരള PSC എക്സാംസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ പമ്പ് ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ എക്സാംസ്, ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ടെലഗ്രാമിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ അൺഅക്കാഡമിയിൽ ഡെയിലി നമ്മൾ 3 hours ലൈവ് ക്ലാസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക് വൈസിൻ്റെ ക്വസ്റ്റ്യൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 3 ക്ലാസ്, 10:30, 3 മണിക്ക്, അതുപോലെ തന്നെ 8 മണിക്ക് 3 ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും കാണും. ഇന്ന് നമ്മുടെ DC ജനറേറ്റർ സെക്ഷൻ്റെ ടോപ്പിക് വൈസ് MCQ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവ് വരിക. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. ഓക്കെ, അപ്പം എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരിക. ഓക്കെ, നമുക്ക് ഷുവറായിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് ഷുവറായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An 8-pole lap-wound DC generator has 960 conductors, a flux of 40 milliweber per pole, and is driven at 400 RPM. Find its open circuit EMF. ഓക്കെ, ഒരു 8-pole ലാപ്പ് വൗണ്ടാണ്. അപ്പോൾ ലാപ്പ് വൗണ്ടാണ് നമ്മൾ എപ്പോഴും നോക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 960 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഫ്ലക്സ് തന്നിട്ടുണ്ട്, അതുപോലെ സ്പീഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ സർക്യൂട്ട് EMF കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഫോർമുല ബേസ് ചെയ്ത് എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് ബേസ് ചെയ്ത് തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് EMF EG ഈക്വൽ ടു 5ZNP ഡിവൈഡ് ബൈ 60A. 5 എന്ന് പറയുമ്പോൾ ഫ്ലക്സ് വരും, Z പറയുമ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, N സ്പീഡ്, P നമ്പർ ഓഫ് പോൾസ്, അതുപോലെ തന്നെ ഓരോന്നും ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്ങിലും എത്രയാണെന്നുള്ളതും അത് നമ്മൾ കൊടുക്കണം. ഇപ്പം നോക്കാം, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 5 ഈക്വൽ ടു 40 milliweber ആണ്. അപ്പോൾ മില്ലി നമ്മൾ മാറ്റണം. അപ്പോൾ ഇൻറ്റു 10⁻³ വെബറായി. Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എത്രയാണ്? 960. സ്പീഡ് തന്നിട്ടുണ്ട് N 400. നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട് P ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ നമ്മൾ ലാപ്പ് വൈൻഡിങ് ആയതുകൊണ്ട് നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു A ഈക്വൽ ടു P ആയിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നമ്പർ ഓഫ് പോൾസും അതുപോലെ നമ്പർ ഓഫ് പാരൽ പാത്തും ഈക്വൽ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ലാപ്പ് വൈൻഡിങ്. അപ്പോൾ അത് ഓർക്കുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് മാക്സിമം നിങ്ങളെല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ കൈ തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് കേരള PSC എക്സാംസിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് മാക്സിമം ക്യാൻസലൊക്കെ ചെയ്ത് പോകും. ഈ 8 ക്യാൻസൽ ചെയ്ത് പോകാം. വെട്ടി ചെറുതാക്കി, മാക്സിമം ചെറുതാക്കിയിട്ട് നമ്മൾ അതിനെ ഡിവൈഡൊക്കെ ചെയ്യുക. ഈ 60, 40 ഒക്കെ 2 പോവും. ഈ 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് 256 വോൾട്ട് കിട്ടും. ഓക്കെ, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വൈൻഡിങ് ഓഫ് എ 4-pole വേവ് വൗണ്ട് DC മെഷീൻ ഹാവിംഗ് 500 കണ്ടക്ടേഴ്സ് ആൻഡ് റണ്ണിങ് അറ്റ് 1000 RPM. ദ ഫ്ലക്സ് പെർ പോൾ ഇസ് 30 milliweber. ഓക്കെ, ഇവിടെ എന്താണ്? വേവ് വൈൻഡിങ് ആണ്. അപ്പോൾ ഓർക്കുക, വേവ് വൈൻഡിങ് ആണെങ്കിൽ എപ്പോഴും ഈക്വൽ ടു 2 ആയിരിക്കും. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ പോൾ വന്നിട്ടുണ്ട്, എത്രയാണ്? 4. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ 2 ആണ് വേവ് വൈൻഡിങ്. അതുപോലെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്ര തന്നിട്ടുണ്ട്? Z എത്ര തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട് 500 കണ്ടക്ടേഴ്സ്. Z 500 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പോയി. 500 ആണ് വരുന്നത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, സ്പീഡ് തന്നിട്ടുണ്ട് 1000 RPM. ഫ്ലക്സ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 milliweber ആണ്. അപ്പോൾ അത് മാറ്റുക, ഇൻറ്റു 10⁻³ വെബർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ വോൾട്ടേജ് അറിയാമല്ലോ, 5ZNP ഡിവൈഡ് ബൈ 60A ആണ് നമ്മുടെ ജനറേറ്റഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 അറിയാം, സ്പീഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 500 ആണ്. പക്ഷേ ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ 728 ആയിപ്പോയി. അപ്പോൾ നിങ്ങളത് 500 ആക്കി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് 1528.8 വോൾട്ട് കിട്ടും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4-pole ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഹാസ് 144 slots with 2 coil sides per slot, where each coil has 2 turns. If the flux per pole is 20 milliweber and the armature rotates at 720 RPM, what is the induced EMF across the armature? അതുപോലെ തന്നെ across each parallel പാത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ്? ലാപ്പ് വൗണ്ട് ആണ്. ലാപ്പ് വൗണ്ട് ആണെങ്കിൽ A ഈക്വൽ ടു P ആയിരിക്കും. അപ്പോൾ A ഈക്വൽ ടു P ഈക്വൽ ടു 4 ആണ്. 5 തന്നിട്ടുണ്ട്, എത്ര? 20 milliweber ആണ്. അപ്പോൾ 20 ഇൻറ്റു 10⁻³ വെബർ ചെയ്യുക. ഓക്കെ, milliweber ആണ്, -3 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, -3 ആണ്. ഓക്കെ, അതുപോലെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്ര? 720 RPM സ്പീഡ് തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഓക്കെ, എ ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഹാസ് 144 slot with 2 coil side
പെർ സ്ലോട്ട്. അപ്പോൾ ആ ഒരു ടേം നോക്കിയിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഈച്ച് കോയിൽ ഹാസ് 2 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒത്തിരി സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് 144 വിത്ത് 2 കോയിൽ സൈഡ്സ് പെർ സ്ലോട്ട്സ് ആൻഡ് ഈച്ച് കോയിൽ ഹാസ് 2 ടേൺസ്. അതിൻ്റെ മീനിങ് എന്താണ്? 144 ഇൻറ്റു 2 കോയിൽ സൈഡ്സ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ടേൺസ് ഉണ്ട്? 2 ടേൺസും ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 കൂടെ ചെയ്യുക. അങ്ങനെയാണ് 576 വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ എക്സാംസിനൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 144 ഇൻറ്റു 2 ചെയ്ത് 576 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇൻഡ്യൂസ്ഡ് ആർമേച്ചറാണ്. അപ്പം ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ആർമേച്ചർ നമ്മുടെ ഫോമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്താണ്? ലാപ്പ് വൈൻഡിങ് ആയതുകൊണ്ട് ലാപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ്? ലാപ്പ് വൈൻഡിങ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. 4 തന്നെയാണ്. എയും പിയും 4 തന്നെയാണ്. ബാക്കിയെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതുപോലെ വോൾട്ടേജ് അക്രോസ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു 138.24 തന്നെയായിരിക്കും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ 6-pole മെഷീൻ ഹാസ് എൻ ആർമേച്ചർ വിത്ത് 90 സ്ലോട്ട്സ് ആൻഡ് 8 കണ്ടക്ടർ പെർ സ്ലോട്ട്സ്. ദ ഫ്ലക്സ് പെർ പോൾ ഈസ് 0.05 വെബർ ആൻഡ് റൺസ് അറ്റ് 1000 RPM. ഡിറ്റർമൈൻ ഇൻഡ്യൂസ്ഡ് EMF ഇഫ് വൈൻഡിങ് ഈസ് ലാപ്പ് വൗണ്ടഡ് ആൻഡ് വേവ് വൗണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ട് ഇതും ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? പോൾ തന്നിട്ടുണ്ട് 6, 5 എത്രയാണ്? 0.05 വെബർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് തന്നിട്ടുണ്ട് 1000 RPM. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ഒരു ഹിൻഡ് തന്നിട്ടുള്ള എന്താണ്? ഈ 6-pole മെഷീൻ ഹാസ് എൻ ആർമേച്ചർ വിത്ത് 90 സ്ലോട്ട്സും അതുപോലെ തന്നെ 8 കണ്ടക്ടർ പെർ സ്ലോട്ട്. എന്നാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. വിത്ത് ഈച്ച് സ്ലോട്ട്, ഓരോ സ്ലോട്ടിലും എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 8 കണ്ടക്ടേഴ്സ് വീതമുണ്ട്. അപ്പോൾ ഓരോ സ്ലോട്ടിലും 8 കണ്ടക്ടേഴ്സ് ഉണ്ട്, 90 സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 90 × 8 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നോക്കി പഠിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 90 × 8 ചെയ്യുക, 720 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്തുകൂടെ? ലാപ്പും ഉണ്ട് വേവും ഉണ്ട്. ലാപ്പാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആണ്. A = P = 6 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5ZNP/60A എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ വേവ് വൗണ്ട് ആണെങ്കിൽ A = 2 ആണ്. അപ്പോൾ അത് 2 വെച്ചിട്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം ആൻസർ 1800 വോൾട്ട് കിട്ടും, 600 വോൾട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാമല്ലോ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. An 8-pole DC generator has 600 armature conductors and a useful flux of 0.06 Weber. What will be the EMF generated if it is lap wound and runs at 1000 RPM? What must be the speed at which is to be driven to induce the same voltage if it is wave wound? അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം. ഒരു 8-pole ഉണ്ട്, DC ജനറേറ്റർ, 600 ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ ഫ്ലക്സ് തന്നിട്ടുണ്ട്. നമുക്ക് EMF ലാപ്പ് വൗണ്ട് 1000 RPM റൺ ചെയ്യുന്ന EMF ആണ് ലാപ്പ് വൗണ്ടിനെ കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കണം. അത് നേരെ ഈ സെയിം വോൾട്ടേജ് വേവ് വൗണ്ടിലും ഇൻഡ്യൂസ് ചെയ്യാനുള്ള സ്പീഡും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് P അറിയാം. 8-pole അല്ലേ, ലാപ്പ് ആയതുകൊണ്ട് P = 8, A = 8 ആയിരിക്കും. ഇസഡ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടിട്ട് 6 ആണ്. 5 തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മുടെ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 600 വോൾട്ട് കിട്ടി. അടുത്തെന്താണ് പിടിക്കാനുള്ളത്? ഇഫ് ദ വേവ് വൗണ്ടിൽ വാട്ട് വിൽ ബി ദ സ്പീഡ് അറ്റ് വിച്ച് ടു ബി ഡ്രിവൺ ടു ഇൻഡ്യൂസ് ദ സെയിം വോൾട്ടേജ് ഇഫ് ഇറ്റ് ഈസ് വേവ് വൗണ്ട്. അപ്പം നമ്മുടെ വോൾട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, EG നമ്മൾ ലാപ്പ് വൗണ്ട് വെച്ച് നമ്മൾ EG കണ്ടുപിടിച്ചു. അങ്ങനെ ആ സെയിം വോൾട്ടേജിൽ നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേവ് വൗണ്ടിൽ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ EG = നമ്മുടെ ഇക്വേഷൻ അറിയാലോ, EG = 5ZNP/60A. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? N ആണ് കണ്ടുപിടിക്കാനുള്ളത്. When it is wave wound, ലാപ്പ് വൗണ്ടിൻ്റെ EG എടുക്കാം. അപ്പോൾ EG നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ എന്താ ഇതെല്ലാം ഇങ്ങോട്ട് പോകും അല്ലേ, ഇതെല്ലാം ഇങ്ങോട്ട് പോകും. ഈ 5 N P താഴെ വരും. ഓക്കെ, ഈ സെഡിനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. N' എന്ന് എടുക്കാം. സോൾവ് ചെയ്യുമ്പം എല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കുക എന്താണ്? വേവ് വൗണ്ട് ആണ്. അപ്പം എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് A = 2 ആയിരിക്കും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 250 RPM കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8-pole വേവ് കണക്റ്റഡ് DC generator has 1000 armature conductors and flux per pole 0.05 Weber. At what speed it must be driven to generate 500 volt? 500 വോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ EG തന്നിട്ടുണ്ട്, സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പോൾസ് അറിയാം, ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടിട്ട് തന്നിട്ടുണ്ട്. ഇത് വേവ് വൗണ്ട് ആണ്. വേവ് വൗണ്ട് ആയതുകൊണ്ട് A = നമ്പർ ഓഫ് പാരലൽ പാത്ത് = 2 ആണ്. ഓക്കെ, ജനറേറ്റഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഫ്ലക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അറിയാം, EG = 5PNZ/60A. അത് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്പീഡ് N ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ N എടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 214.3 RPM കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ.
ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയും 6 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ലാപ്പ് വേവ് ആ ഒരു രീതിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ PSCയിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജനറേറ്റർ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവ് വരാൻ നോക്കുക. നമ്മുടെ ജനറേറ്ററിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഷണ്ട് ജനറേറ്റർ, നമുക്കിനി ടൈപ്സ് ഓഫ് ജനറേറ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. applied 500 ampere, a shunt generator supplied 500 ampere at 500 volt. Calculate the generated EMF if its armature and shunt field resistance are 0.02 ohm, 124 respectively. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ജനറേറ്റേഴ്സിൻ്റെ ഡെറിവേഷൻ അങ്ങനെയൊന്നും പഠിക്കേണ്ട, അതിൻ്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഫോമുലാസ് എങ്കിലും പഠിച്ചു വയ്ക്കുക. ഓരോ ജനറേറ്റേഴ്സിൻ്റെയും ഫോമുലാസ് ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പഠിക്കുക. എന്നിട്ട് എന്നും എടുത്ത് അത് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, അപ്പോൾ ഓരോന്നിനും ഓരോ ഫോമുലാസ് ആണല്ലോ. അപ്പോൾ ആ ഫോമുലാസ് നിങ്ങൾ എഴുതി ആ ഡയഗ്രാം ഒക്കെ ഒന്ന് മനസ്സിൽ ഒന്ന് ഓർമ്മ വേണം. നമുക്ക് പെട്ടെന്ന് ഫോമുലാസ് ഓർമ്മ വരും. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലോഡ് കറണ്ട് തന്നിട്ടുണ്ട് 500 ആംപിയർ. ടെർമിനൽ വോൾട്ടേജ് എത്ര? 500 വോൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് EMF, ജനറേറ്റഡ് EMF ആണ് കണ്ടുപിടിക്കാനുള്ളത്. ജനറേറ്റഡ് EMF ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. ഓൾമോസ്റ്റ് നിങ്ങളൊന്ന് ഫിഗർ ഒന്നും ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടി മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ ഷണ്ട് ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കാം. ഷണ്ട് ജനറേറ്റർ അല്ല, അപ്പോൾ ഷണ്ട് ഐ ഷണ്ട് കണ്ടുപിടിക്കാം. ഐ ഷണ്ട് ഈക്വൽ ടു V/R ഷണ്ട്. ആർ ഷണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 ആംപിയർ കിട്ടി. അതുപോലെ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാം. ഇതൊക്കെ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ EMF, ജനറേറ്റഡ് EMFൻ്റെ ഫോമുല എന്താണ്? ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. ഇതും ഈ ഫോർമുല ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. V+IARA. ഓക്കെ, V+IARA ആണ് ജനറേറ്ററിൻ്റെ കേസിൽ EG കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഓക്കെ, അപ്പോൾ അത് നമുക്കിതിൽ IA ഉണ്ടോ? IA തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം IA കണ്ടുപിടിക്കണം. IA കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് നമുക്ക് IA കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഫോമുല നോക്കുക. IA എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. IA എന്ന് പറയുന്നത് I+I ഷണ്ടാണ്. ഓക്കെ, അതിൽ നമുക്ക് ഐ ഷണ്ടും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഐ ഷണ്ടൊക്കെ കുറേ ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്, വോൾട്ടേജും അറിയാം. അതനുസരിച്ച് നമുക്ക് ഐ ഷണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഐ ഷണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർമേച്ചർ IA കണ്ടുപിടിക്കാമല്ലോ. IA എന്ന് പറയുന്നത് I+I ഷണ്ട്, ഷണ്ട് ജനറേറ്ററിൻ്റെ കേസാണ്. അപ്പോൾ അത് എടുത്ത് പഠിക്കുക. ഷണ്ട് ജനറേറ്ററിൻ്റെ കേസിൽ ഐ കാണാനുള്ള ഫോമുലയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ജനറേറ്റർ EMF വെച്ച് കണ്ടുപിടിച്ചുകൂടി. അപ്പോൾ V അറിയാം, IA അറിയാം, RA അറിയാം. ഓക്കെ, സോൾവ് ചെയ്യുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ സീരീസ് ജനറേറ്റർ ഡെലിവേഴ്സ് എ കറണ്ട് ഓഫ് 100 ആംപിയർ അറ്റ് 250 വോൾട്ട്. ഇറ്റ്സ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് ആർ 0.1 ഓം, 0.055 ഓം റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ആർമേച്ചർ കറണ്ട്, ജനറേറ്റഡ് EMF. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഷണ്ട് ജനറേറ്ററിൻ്റെ കേസാണ്. ഇപ്പം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീരീസ് ജനറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സീരീസ് കറണ്ട് ജനറേറ്ററിനും ഷണ്ട് ജനറേറ്ററിനും അത് വ്യത്യാസമാണ് ഫോമുലാസ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. IA = 100 ആംപിയർ. ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ആർമേച്ചറും സീരീസ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആർമേച്ചർ കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സീരീസ് ജനറേറ്ററിൻ്റെ കേസ് നിങ്ങളുടെ ഈ ഒരു ഡയഗ്രാം നോക്കി. സീരീസ് ജനറേറ്ററിൻ്റെ കേസിൽ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈക്വൽ ടു ലോഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിയറി ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തിയറി ക്ലാസ് ഒക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഓൺലൈൻ കോച്ചിങ് ചേരുക. വളരെ ഫീസ് വളരെ കുറവാണ് നമ്മുടെ കോച്ചിങ്ങിന്. ഓക്കെ, ഇൻട്രസ്റ്റ് ആയുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ സീരീസ് ജനറേറ്റർ ആണ്. സീരീസ് ജനറേറ്ററിൻ്റെ കേസിൽ എപ്പോഴും ഓർക്കുക ആർമേച്ചർ കറണ്ട് ഈസ് ഈക്വൽ ടു ലോഡ് കറണ്ട് ആണ്. അപ്പോൾ ലോഡ് കറണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർമേച്ചർ കറണ്ട് കിട്ടി 100 ആംപിയർ. ജനറേറ്റർ EMF സീരീസ് ആയതുകൊണ്ട് ഇവിടെ ആരും കൂടെ കൺസിഡർ ചെയ്യണം? നമ്മുടെ സീരീസ് റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യണം. ജനറേറ്റഡ് EMF നോക്കുക. സീരീസ് ജനറേറ്ററിൻ്റെ കേസിൽ ജനറേറ്റഡ് EMF കാണാനുള്ള ഫോമുല EG = V+I × RA+RSC കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, IRA+RSC. ഓക്കെ, സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസും കൂടെ നമ്മൾ അതെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ 265.5 വോൾട്ട്. നിങ്ങളെല്ലാം ഇത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതിരിക്കുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ നമ്മൾ സീരീസ് പഠിച്ചു, ഷണ്ട് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഓരോ ടൈപ്സിലാണ് പഠിക്കുന്നത്. ലോങ് ഷണ്ട് നോക്കാം. ഹാസ് ആൻ ആർമേച്ചർ, സീരീസ് ഫീൽഡ്, ഷണ്ട് ഫീൽഡ് തന്നിട്ടുണ്ട്. ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്. 400 വോൾട്ട്. ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ജനറേറ്റർ EMF കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു കോണ്ടാക്ട് ഡ്രോപ്പ് പെർ ബ്രഷ് തന്നിട്ടുണ്ട്. 1 വോൾട്ടും കൂടെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൽ ആർമേച്ചർ തന്നിട്ടുള്ളതൊക്കെ ആദ്യം എടുത്തെന്ന് നോക്കുക. ആർമേച്ചർ റെസിസ്റ്റൻസ്, സീരീസ് ഫീൽഡ്, ഷണ്ട് ഫീൽഡ്, ലോഡ് കറണ്ട്, ടെർമിനൽ വോൾട്ടേജ്, കോണ്ടാക്ട് ഡ്രോപ്പ് പെർ ബ്രഷ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ EMF ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ EMF കാണാനുള്ള ഫോമുല എന്താണ്? നമ്മുടെ ജനറേറ്റഡ് EMF കാണാനുള്ള ഫോമുല ഇൻ കേസ് ഓഫ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ആണെങ്കിൽ ഇതാണ് ഫോർമുല വരുന്നത്. ഈ ഫോർമുല പഠിക്കാം. EG = എന്താണ്? V+IARA+, അതുപോലെ തന്നെ IA × RSC+
പിന്നെ നമ്മുടെ ബ്രഷിൻ്റെ ഡ്രോപ്പും കൂടെ എടുക്കുക. ബ്രഷ് ഡ്രോപ്പും കൂടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് കിട്ടാത്ത ആൻസർ ഏതാണ്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ആർമേച്ചർ കറണ്ട് ഐ എ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഐ എ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ ഫിഗർ നോക്കാൻ അറിയാം അല്ലേ? ഐ എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ഐ എ ഈക്വൽ ടു ഐ പ്ലസ് ഐ ഷണ്ടാണ്. ഐയും ഐ ഷണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം അത് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക? ഇ ജി കണ്ടുപിടിക്കാം. ഓക്കെ, ഇ ജിയിലെല്ലാം തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഐ എ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഷണ്ട് ജനറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ലോഡ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 30 kW, ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ആർമേച്ചറും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് ലോസസ് വെച്ച് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻസ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസ് തന്നിട്ടുണ്ട് 1000 വാട്ട്. അങ്ങനെയാണെങ്കിൽ ജനറേറ്റഡ് ഇ എം എഫ് കണ്ടുപിടിക്കുക. കോപ്പർ ലോസ്, എഫിഷ്യൻസി, ഏതെങ്കിലും ഒരെണ്ണം വെച്ച്, അതായത് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള അങ്ങ് എഴുതാം. ഷണ്ട് ജനറേറ്ററാണ്, വി അറിയാം, ആർ എ അറിയാം, നമ്മുടെ പവർ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ, 30 × 10⁻³ വാട്ടിലോട്ടാക്കാം. ആർഷൻ തന്നിട്ടുണ്ട്. അതുപോലെ എന്താ തന്നിട്ടുണ്ട്? ഇവിടെ ഒരു ലോസ്, അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസ്, ടോട്ടൽ ലോസ് അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് 1000 വാട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഫസ്റ്റ് കണ്ടുപിടിക്കണം? ജനറേറ്റഡ് ഇ എം എഫ്. ഷണ്ട് ജനറേറ്ററിൻ്റെ കേസ് ജനറേറ്റഡ് ഇ എം എഫ് കാണാനുള്ള ഫോർമുല എന്താണ്? ഇ ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ. ഓക്കെ, ഐ എ ആർ എ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ വി അറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്രയാണ്? വി 200. ഐ എ അറിയാം, ഐ എ ആർമേച്ചർ, ഐ എ നമ്മൾ കണ്ടുപിടിക്കുക. ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷണ്ട് ജനറേറ്റർ ആയതുകൊണ്ട് ഐ എ ഈക്വൽ ടു ഐ പ്ലസ് ഐ ഷണ്ടാണ്. ഇവിടെ ഐ ഷണ്ട് നമുക്കറിയില്ല, നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. ഐ ഷണ്ട് എന്താണ്? ഐ ഷണ്ട് ഈക്വൽ ടു വി ബൈ ആർ ഷണ്ട് വെച്ച് ഐ ഷണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ എ കിട്ടി. ഐ എ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. പിന്നെ അടുത്ത് എന്താണ്? കോപ്പർ ലോസസ്. അപ്പോൾ കോപ്പർ ലോസസ് കാണാൻ എന്താണ് ഫോർമുല? കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു ഐ എ സ്ക്വയർ ആർ പ്ലസ് ഐ ഷണ്ട് സ്ക്വയർ ആർ ഷണ്ടാണ് കോപ്പർ ലോസ് ഇവിടെ കാണാനുള്ള ഫോർമുല ഷണ്ട് ജനറേറ്ററിൻ്റെ കേസിൽ. ഇതെല്ലാം തന്നിട്ടുണ്ട്, ഇതെല്ലാം ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, ഇതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റൻ എന്താണ്? എഫിഷ്യൻസി കാണുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് പ്ലസ് ലോസ് എടുക്കുക. ഏതൊക്കെ ലോസ് ഉണ്ട്? കോപ്പർ ലോസ് ഉണ്ട്, അയൺ ലോസ് ഉണ്ട്, ഫ്രിക്ഷൻ ലോസ്. അപ്പോൾ എല്ലാ ലോസും കൺസിഡർ ചെയ്ത് എന്നിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കുക. 90.95% കിട്ടും. ഓക്കെ, ഇപ്പോൾ ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലോസൊക്കെ എടുത്താണ് നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ പഠിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ ഡി സി മോട്ടറിൻ്റെ അടുത്തൊരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവായിട്ടുള്ള ഡെയിലി ലൈവ് വരുന്ന ക്ലാസ്സിലും എല്ലാവരും വരാൻ നോക്കുക. വളരെ യൂസ്ഫുൾ ആണ് ലൈവ് ക്ലാസ്സസ്. ഓക്കെ, താങ്ക്